മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് മഹാന്മാരാവുന്നതായ മശായിഖന്മാരിവിടെ സ്ഥാപിച്ചതായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിവിടെ സ്ഥാപിച്ച വലിയൊരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് താഴ്ത്താൻ വേണ്ടി ആര് ശ്രമിച്ചാൽ അത് ഒരു കാലത്തും ഇതിനെ താഴ്ത്താൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഈ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറയണം. അത്രയും വലിയ വേരൂന്നിയ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ശക്തിയുള്ളതായ, അവരുടെ പിമ്പലുള്ളതായ, അവർക്കുള്ള മദതുള്ളതായ, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ അതുകൊണ്ട് സമസ്തനോട് ആരും കളിക്കാൻ നിൽക്കണ്ട, ആരും കളിക്കണ്ട. അത് ഏത് മുത്തദീങ്ങളാവട്ടെ, മുത്തദീങ്ങളല്ല, ഏത് പ്രസ്ഥാനക്കാരാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോവുക. അത് മഹാന്മാരാവുന്നതായ സഹാബത്ത്, താബീങ്ങൾ, താബീങ്ങൾ, അതാണ് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ എന്ന് മാത്രമല്ല, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആ മുഅ്മിനീങ്ങളെ വഴിയുണ്ടല്ലോ, ആ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നല്ല മുഅ്മിനീങ്ങളാണെന്ന് നബി വിശേഷിപ്പിച്ച ആളുകളുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മ. ഇവരെ മാർഗ്ഗമല്ലാത്ത മാർഗത്തിൽ ആര് തുറന്നു പോയാലും മുസ്ലിഹി ജഹന്നംന. അത് ഈ ശാഖാപരമായതായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. അത് മഹാന്മാരാവുന്ന സഹാബത്തിനെ തെറി പറയാം, അല്ലെങ്കിൽ സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കൂല, അത് തള്ളപ്പെടേണ്ടതെന്നാണ് പറയാം. മൂന്നൊരാൾക്ക് ഒന്നിച്ച് ചെല്ലിയാൽ അത് ഒന്നേ പോവുള്ളൂ എന്ന് പറയാം. ഇതൊക്കെ അവരെ അടയാളങ്ങളായി കൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആളുകളൊപ്പം കൂടുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങളൊപ്പം ആൾ കൂടുന്നുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ശരിയായ ദീൻ പറയണ്ടേ, അപ്പോഴേ ആൾ കൂടുള്ളൂ. നിങ്ങൾ ശരിയായ ദീൻ പറയണില്ല. മഹാന്മാരാവുന്ന സഹാബത്തെയും താബീങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുകയും അവരെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊപ്പം പിന്നെ ആര് കൂടാനാ? ഇപ്പോൾ ഉള്ള ആളുകളോട് നിങ്ങളൊപ്പം ഒന്ന് ഒഴിഞ്ഞു പോരാണ് ഉണ്ടാവുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊപ്പം ആൾ കൂടിയാൽ ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. നിങ്ങളൊപ്പം ആൾ കൂടിയാൽ ആളിപ്പോൾ കൂടേണ്ട അത്രങ്ങളൊപ്പം കൂടി നിൽക്കുള്ളൂ, അത്രത്തെ ഞങ്ങളൊപ്പം കൂടുള്ളൂ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു സയ്യാദിനോട് പറഞ്ഞില്ലേ. ഇബ്നു സയ്യാദ് പല അത്ഭുതങ്ങളും കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇബ്നു സയ്യാദിനോട് റസൂൽ ചോദിച്ചു, കൈഫ എത്തിക്കല്ലോ, കാര്യം എങ്ങനെ എനിക്ക് വരണം? എഴുത്തിരി സാധിക്കാൻ നോക്കാതിവൻ, സത്യമായ കാര്യങ്ങളും വരും, കളവുള്ളതൊക്കെ എൻ്റെ ഈ വാർത്തയിൽ വരും. ഞാൻ മറഞ്ഞ കാര്യങ്ങൾ പറയും. മറഞ്ഞ കാര്യങ്ങൾ പറയാനിപ്പോൾ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ആവണമെന്നില്ല. അത് ശൈത്താൻ സേവിച്ചവനക്കും പറയാൻ കഴിയും, ഇവിടെ ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ കഴിയും. പക്ഷേ പറയുന്നവർ വ്യത്യാസമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ പറയുമ്പോൾ അത് ഇലാഹിയായ നിലയ്ക്ക് രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ നോക്കിയിട്ടായിരിക്കും പറയാം. ആ രേഖകൾ നോക്കി പറഞ്ഞാൽ അത് ഒരിക്കലും പിഴയ്ക്കില്ല. അതിൻ്റെ നിലവാരം അങ്ങനെയാണ്. അവർ പറഞ്ഞാൽ ഒരിക്കലും അത് പിഴയ്ക്കില്ല. നേരെ മറിച്ചോ ഇവിടെ ശൈത്താൻ സേവിച്ചവർ പറയണമെങ്കിൽ, ശൈത്താൻ സേവിച്ചവൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ പിഴക്കാതിരിക്കും. ഇവിടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ചിലപ്പോൾ പിഴക്കാതിരിക്കും. അങ്ങനെയല്ല. അപ്പോൾ ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറയാൻ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കേ കഴിയുള്ളൂ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൻ. പിന്നെ മുഅ്ജിസത്ത് കറാമത്തുകൾ എന്നൊക്കെ പറഞ്ഞ കറാമത്തിന് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പല കറാമത്തുകളും പറയുമ്പോൾ ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല, അതുകൊണ്ട് നിഷേധിക്കല്ലേ വേണ്ടത്, മനസ്സിലായ? അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ യുക്തിക്കനുസരിച്ചത് സ്വീകരിക്കുള്ളൂ എന്ന് ഇവർ ചില സംഗതികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യുക്തികളെടുത്തുകൊണ്ട് ആ യുക്തിക്ക് അനുസരിക്കാത്ത എല്ലാം തള്ളപ്പെടേണ്ടതാണെന്ന്, യുക്തിക്ക് യോജിക്കാത്ത എല്ലാം തള്ളപ്പെടേണ്ടതാണ്. അതാണിപ്പോൾ ഇവരെ മുജാഹിദ് സമ്മേളനത്തിന് മുമ്പ് തിരക്കിട്ടായല്ലോ. അത് ഈച്ചൻ്റെ ഒരു ഭാഗം ഒരു ചിറക് എത്തിയാൽ ആ ചിറകിൽ വിഷമുണ്ടെന്നും മറ്റതിൽ ഇതിന് പ്രതിരോധം ഉണ്ടെന്നാണ്. അപ്പോൾ മറ്റേ ചിറക് കൂടി മുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശാസ്ത്രത്തിന് എതിരാണെന്ന് പറഞ്ഞത്. ശാസ്ത്രത്തിന് എതിരായതുകൊണ്ട് അതിൻ്റെ തള്ളപ്പെടേണ്ടത് ഒരു മൗലവി, ഒരു നവോത്ഥന നായകൻ എന്ന് ഇവിടെ അറിയപ്പെടുന്ന ഒരു മൗലവി അങ്ങനെ പറയുകയാണ്. മറ്റൊരു മൗലവി അവിടെ നിന്ന് എണീച്ച് പറഞ്ഞു അത് ശരിയല്ല, അത് തെറ്റാണ്. ഔദീർ റസൂൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം എന്ന്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഔദീർ റസൂൽ എന്ത് പറഞ്ഞാലും ഈ ദീൻ എന്നുള്ളത് ശാസ്ത്രജ്ഞനോടോ അല്ലെങ്കിൽ യുക്തിയോടോ ഒന്നും യോജിച്ചുകൊണ്ടല്ല. യുക്തിയോട് യോജിക്കാതിരിക്കാം, യോജിക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല അതിനെ വിശ്വസിക്കേണ്ടത്. ഉമർ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിന് ഖുഫ്ഫല താഴണം. ആ ഖുഫ്ഫല താഴണം എന്ന് പറഞ്ഞുകൊടുത്ത് മൂപ്പര് പറഞ്ഞു, ഈ ദീന് പിന്നെ യുക്തിനോട് യോജിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ എങ്ങനെ പറയുമായിരുന്നു ഖുഫൻ്റെ മേൽഭാഗം തടയണം എന്നല്ല പറയേണ്ടത്, അടിഭാഗം തടയണം. കാരണം അടിഭാഗത്തല്ലേ പൊടിയിട്ടവൾ, പൊടിയുള്ള ഭാഗമല്ലേ തട്ടിയെന്നാക്കേണ്ടത്. പക്ഷെ അതിന് യുക്തി ഉണ്ടാവാം, യുക്തി വേറെ ഒന്ന് യുക്തി ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ.
യുക്തിൻ്റെ വയ്യാൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പോൾ ഈ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എവിടെ ഉണ്ടോ അവിടെ യുക്തിവാദം ഉണ്ടാവും, അതിൻ്റെ എതിരിലായിക്കൊണ്ട് അത് സ്വാഭാവികമാണ്. അതിനെപ്പറ്റി മുസ്തഫ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കണില്ല. അപ്പം അങ്ങനെ യുക്തിനോട് യോജിച്ചു കൊണ്ടിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്, ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും കൊണ്ടത് സ്വീകരിക്കാം. അതാണ് ഇസ്ലാം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അതുപോലെ അപ്പോൾ തറാവീഹ് ആയാലും വേണ്ടിയ അബ്യാക്കന്മാർ മറഞ്ഞ കാര്യങ്ങളറിയോ, ഔലിയാക്കന്മാർ മറഞ്ഞ കാര്യങ്ങളറിയോ, അവരോട് തവസ്സുൽ ചെയ്യാൻ പറ്റുമോ, അവരോട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ സുന്നികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ളതായ ആശയാദർശങ്ങളാണ്. ഇതൊക്കെ സഹാബത്ത് പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ബി നബിയിക മുഹമ്മദിൻ, റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നു. നബി മരിച്ചപ്പോഴോ റസൂലുള്ളാഹിൻ്റെ അമ്മാവുന്ന നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു. അപ്പോൾ മുആബികൾക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താ റസൂലുള്ളാഹി അവിടെ ഇല്ലേ, പതിയെത്തുന്ന റസൂലുള്ളാഹിൻ്റെ ഖബറിൽ എത്തിയത് നീ തവസ്സുൽ ചെയ്തുകൂടെ എന്ന്. മഹാനാവുന്ന ശൈഖുനൈനി മറുപടി പറയുന്നുണ്ട്, ഒരു മരണപ്പെട്ടു പോയ ഒരാൾ അവിടെ ഉണ്ടാവുമ്പോൾ ആ മരണപ്പെട്ടു പോയ ആളെ ഖബറിലെത്തിയെന്ന് തവസ്സുൽ ചെയ്യാമെങ്കിലും ഹയാത്തുള്ളതായ മഫ്ദൂലായ ആളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിന് വിരോധമില്ലാന്ന് ഉള്ളൊരു മസ്അല പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ബി അമ്മി നബിയിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ശ്രേഷ്ഠത ആർക്കുണ്ടാവില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടാവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. ആ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിലെത്തിയെന്ന് ചോദിക്കാം. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഹദീസിൻ്റെ സിയാത്തും മറ്റും അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം, ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ത് ചെയ്തു, ഒരു മസ്അല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ഏറ്റവും ഫദ്ലുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിക്കൊണ്ട് അവിടെ ഉണ്ടെങ്കിലും മഫ്ദൂലാവുന്നതായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ ഏത് ലക്ഷ്യങ്ങൾ എണ്ണി കുറേ ആയത്ത് വായിച്ചു, കുറേ ഹദീത്ത് വായിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ അതിൻ്റെയൊക്കെ ഇടയിലിട്ട് അവരെ കുപ്പിയിലാക്കുകയോ അവരെ കുത്തിത്തിരിപ്പിലാക്കുകയോ അവരെ വട്ടം കറക്കുകയും ചെയ്യലല്ല ഞങ്ങളുടെ പണി. ആ പണിയോട് ഞങ്ങൾക്ക് ഇരിക്കുന്നു. സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് അങ്ങനത്തൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ ഓരോന്നിനും മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, എങ്ങനെ നിങ്ങൾ പറഞ്ഞ അതേ തെറി ഭാഷയിൽ പറയാൻ ഞങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങളൊപ്പമുള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മളെ സംസ്കാരം അതല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല, നിങ്ങൾ മനസ്സിലാക്കണം. മറുപടി പറയാത്തതുകൊണ്ട് ഞങ്ങൾ ദൗർലഭ്യം കൊണ്ട് മനസ്സിലാക്കുമാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഇല്ല. ഞങ്ങൾ എല്ലാത്തിനും മറുപടി വരാനുള്ളതായ കഴിവും അതിനുള്ള ചെങ്കൂറ്റൊക്കെ ഉള്ള ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഞങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷേ ഈ ഞങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സമ്മേളനം നടത്തുക, ആ സമ്മേളനം നടത്തി അത് വിവാദമാകുമ്പോൾ ഞാൻ സമസ്ത നേർക്ക് ഇടുക. അങ്ങനെ സമസ്തയുടെ നേർക്ക് പലതും ഇപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിനെ പറ്റി തന്നെ പലതും പറഞ്ഞ പലരുമുണ്ട്. ഇത് വെറുതെ പൈസ ചിലവാക്കാൻ എന്തിനാണ് ബസ്സൊക്കെ പൈസ പിടിച്ച് പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിലർ. ഇതൊക്കെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വിളിച്ചുകൂട്ടിയ ഈ സമ്മേളനം ഇതിനെ പരിഹസിക്കുകയും ഇതിലേക്ക് ആളുകൾ വരുന്നതിനോട്ട് തടുക്കുകയും ചെയ്യുന്ന നിലക്കുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയ പലരും ഞങ്ങൾക്കറിയാം. എന്നിട്ടൊന്നും ജനങ്ങളെന്തായിട്ടില്ല, അത് ചെവിക്കൊണ്ടിട്ടില്ല. അപ്പോൾ അത്രയും വാക്കുകളൊക്കെ വിലയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ആര് കളിച്ചാലും, അത് എങ്ങനെ കളിച്ചാലും അവൻ ഈ പ്രസ്ഥാനത്തിന് പുറത്താണെന്നും മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് അവർക്കുള്ളതായ പുറത്തായവർ കളിച്ചാൽ അതിൻ്റെ അവർക്കുള്ള നാശമാണെന്നും മനസ്സിലാക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനത്തിന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാനാവുന്ന ശൈഖുന ശംസുലുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വരക്കൽ മുല്ലക്കായ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തെ നയിച്ച മഹാന്മാരാവുന്നതായ നമ്മുടെ മശായിഖന്മാർ, അങ്ങനെ നമ്മളെ കയ്യിലേൽപ്പിച്ച മഹത്തുക്കൾ, ഇന്നലെ വരെ നമുക്ക് നൽകിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ നേതാക്കന്മാർ, അവരൊക്കെ കാണിച്ചു തന്ന ഈ മാർഗത്തിൽ കൂടി ജീവിച്ച് അതിൽ കൂടി ജീവിച്ച് മരണപ്പെട്ടു പോകണം. നമുക്ക് ഈമാനോടുകൂടെ മരിച്ചു പോകണം, സ്വർഗത്തിൽ പോലെ പോയിപ്പിച്ചു. അതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രത്യേക ദുആ ചെയ്തുകൊണ്ട് ഇവിടെ ഈ സമസ്തയുടെ ഈ വിളി കേട്ട് ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ളതായ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലയും അല്ലാഹു ധാരാളം ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.